നമസ്കാരം പ്രിയപ്പെട്ടവരെ. 2025 അനിഴം നക്ഷത്രക്കാരുടെ വാർഷിക നക്ഷത്രഫലത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കാണാത്തവരിലേക്ക് എത്തിക്കുക, അതുപോലെ ലൈക്കും കമൻറ്റും തരിക. സ്വഭാവ വൈശിഷ്ട്യം കൊണ്ട് മറ്റുള്ളവരെ വളരെ വേഗത്തിൽ സ്വാധീനിക്കുവാൻ കഴിയുന്നവരാണ് അനിഴം നക്ഷത്രക്കാർ. ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്നവരായിട്ടാണ് ഇവരെ പൊതുവേ കാണാറുള്ളത്. സൗഹൃദത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരാണ് അനിഴം നക്ഷത്രക്കാർ. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് നല്ല നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും. ചെറുപ്പത്തിൽ ഇവർ വളരെ സന്തുഷ്ടമായ ഒരു ചുറ്റുപാടിലായിരിക്കില്ല ഇവർ ജീവിച്ച് വളർന്നിട്ടുണ്ടാവുക. നല്ല ഭക്തിയും ദൈവവിശ്വാസവും ഉള്ളവരായിട്ടാണ് ഇവർ കാണപ്പെടുന്നത്. പൊതുവെ കലയെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഇവരിൽ അധികം പേരും. ഇവർക്ക് സ്വന്തം നാടും വീടുമൊക്കെ വിട്ട് താമസിക്കേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട്. വൃദ്ധരായ മാതാപിതാക്കളെയും, അതായത് വൃദ്ധജനങ്ങളെയും ഭർത്താവിനെയും ഒക്കെ നല്ലതുപോലെ നോക്കുന്നവരും സ്നേഹിക്കുന്നവരുമായിരിക്കും അനിഴം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പൊതുവേ ഉള്ളവർ. അതുപോലെ നല്ലതുപോലെ പാചകം ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ. 2025 ഇവർക്ക് പൊതുവേ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. പുതിയ വരുമാനം കണ്ടെത്താനായിട്ട് കച്ചവടം, അതുപോലെ മറ്റെന്തെങ്കിലും പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനുള്ളൊരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ട് വരും. മാനസികമായി വളരെ വിഷമം നേരിട്ട് കൊണ്ടിരിക്കുന്നവരാണ് അനിഴം നക്ഷത്രക്കാർ പൊതുവെ. അത്തരം മാനസിക പിരിമുറുക്കങ്ങളൊക്കെ ഈ വർഷം പരിഹരിക്കപ്പെടുന്നതായിരിക്കും. ഏത് കാര്യത്തിന് നിങ്ങൾ ഇറങ്ങിയാലും അതൊക്കെ സാധിച്ചു കിട്ടുന്ന ഒരു കാലമാണ്. കാര്യവിജയവും മംഗളകർമ്മവും സാമ്പത്തിക നേട്ടവും ഒക്കെ ഉണ്ടായി വരുന്നതാണ്. എല്ലാ രംഗങ്ങളിലും വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കരാർ ജോലിയൊക്കെ ഏറ്റെടുത്ത് നടത്തുന്നവർക്ക് പുതിയ കരാറുകൾ ലഭിക്കാനും അതൊക്കെ തന്നെ സമയബന്ധിതമായി പൂർത്തിയാക്കാനും നിങ്ങൾക്ക് സാധിക്കും. അതിൽ നിന്നൊക്കെ നല്ല സാമ്പത്തിക വരുമാനവും ഉണ്ടാക്കുവാൻ സാധിക്കും. അതുപോലെ പാഴ്ചിലവുകളൊക്കെ ഉണ്ടാകാതെ നോക്കണം. ഒരുപാട് പൈസ വെറുതെയൊക്കെ നിങ്ങളിൽ നിന്ന് ചിലവായി പോകാനിടയുണ്ട്. ഒരാവശ്യവും ഇല്ലാതെ ഒരുപാട് സാധന സാമഗ്രികളൊക്കെ നിങ്ങളിങ്ങനെ വാങ്ങി സൂക്ഷിക്കാൻ നിങ്ങൾക്ക് തോന്നുക, അത് വാങ്ങി വയ്ക്കുകയും നിങ്ങൾ ചെയ്യും. അപ്പോൾ അത് കുറച്ചൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യത്തിന് ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടായെന്ന് വരില്ല. അതുപോലെ ഏതെങ്കിലും തീരുമാനങ്ങളിലൊക്കെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഉറച്ചു നിന്ന് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അടിക്കടി ഇങ്ങനെ തീരുമാനങ്ങൾ മാറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ഒരു മധ്യസ്ഥൻ മുഖേനയൊക്കെ അത് പരിഹരിക്കാനും ശ്രമിക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് അതിൽ വിജയമുണ്ടാകും. ഒരു മധ്യസ്ഥൻ, ഒരു മീഡിയേറ്റർ ഇടപെട്ട് ഒക്കെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് വിജയമുണ്ടാകും. അതുപോലെ തന്നെ നിങ്ങളുടെ ജോലിക്കാരെ കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നഷ്ടങ്ങളൊക്കെ സംഭവിക്കാനിടയുണ്ട്. അതുപോലെ തന്നെ ശത്രുക്കളുടെ ശല്യം പൊതുവേ നിങ്ങൾക്ക് രൂക്ഷമാകാനിടയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് പ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും ഈ വർഷത്തിൽ. കാലങ്ങളായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ദൂരയാത്രയൊക്കെ ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹമുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് യാത്ര പോകണം എന്ന് നിങ്ങൾ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചിരിക്കുകയും അത് ഇതുവരെ അത് സാധിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വർഷം നിങ്ങൾക്കത് സാധിക്കുന്നതാണ്. അങ്ങനെ യാത്ര പോകാൻ നിങ്ങൾക്ക് അവസരം വന്നു ചേരും. തീർച്ചയായിട്ടും നിങ്ങൾ ആ യാത്ര പോകുന്നത് നിങ്ങൾക്ക് ഗുണമായി ഭവിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയിലൊക്കെ ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൊക്കെ നടത്തുന്ന ആൾക്കാർ ഗുണനിലവാരമില്ലാത്ത മെഷീനറികളൊക്കെ വാങ്ങി ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഒരുപാട്
നഷ്ടം അങ്ങനെ നിങ്ങൾ വാങ്ങിക്കാൻ ശ്രമിക്കുകയും വാങ്ങിക്കുകയും ചെയ്യും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് നഷ്ടമൊക്കെ സംഭവിക്കാനിടയുണ്ട്. അതുപോലെ നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ അഗ്നിബാധ ഉണ്ടാകാതെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. തീ പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ പൂർവിക സ്വത്തും മറ്റ് വസ്തുവകകളും ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ അപകടങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടും. പുതിയ വീട് വാങ്ങാനും ഉള്ള വീട് മോടി പിടിപ്പിക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റവും ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് പ്രമോഷനോട് കൂടിയുള്ള സ്ഥലം മാറ്റവും ഒക്കെ ഉണ്ടാകും. സർക്കാരിൽ നിന്ന് നിങ്ങൾക്ക് ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ സംഗീതാദി കാര്യങ്ങളിൽ നിങ്ങൾക്ക് യശസ്സും കീർത്തിയും ഒക്കെ വർദ്ധിക്കും. നേത്ര സംബന്ധമായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ചെറിയ ചികിത്സയൊക്കെ വേണ്ടി വന്നേക്കാം. അന്ധവിശ്വാസങ്ങളിലൊന്നും ഒരുപാട് പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. മത്സരങ്ങളിലൊക്കെ വിജയിക്കുന്നതായിരിക്കും. അയൽക്കാരുമായിട്ട് കലഹിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് കിട്ടേണ്ടതായ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നിയമ നടപടികളൊക്കെ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. ഈശ്വരാനുഗ്രഹം വേണ്ടുവോളം ഉണ്ടാകുന്ന ഒരു വർഷമാണ് 2025. അനിഴംകാർക്ക് ഭാര്യയും മക്കളും തമ്മിലൊക്കെ ഉണ്ടായിരുന്ന ചില അസ്വാരസ്യങ്ങളൊക്കെ മാറി കുടുംബത്ത് ഐശ്വര്യവും സമാധാനവും ഒക്കെ വന്നു ചേരുന്നതായിരിക്കും. അതുപോലെ തന്നെ രോഗങ്ങൾ മൂലം അനിഴം നാളുകാർക്ക് ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുന്നതാണ്. അതിനായിട്ട് ചിലപ്പോൾ ആശുപത്രി വാസമൊക്കെ വേണ്ടി വന്നേക്കാം. കാർഷിക മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പൊതുവെ അലസതയൊക്കെ ഉണ്ടാകുന്ന ഒരു കാലമാണിത്. അപ്പോൾ അവരിൽ നിങ്ങളുടെ ശ്രദ്ധ ഉണ്ടാകേണ്ടതാണ്. സ്ഥിരതയുള്ള ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ചിലപ്പോൾ നിരാശയായിരിക്കും കൂടുതലായിട്ടും ഉണ്ടാവുക. മാറി മാറി ജോലിയൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ഇഷ്ടപ്പെട്ട ജോലി ആയിരിക്കില്ല കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ജോലി വിട്ട് വേറൊന്നിലേക്ക് ശ്രമിക്കേണ്ടതായിട്ടൊക്കെ വന്നേക്കാം. കുടുംബത്ത് സ്വസ്ഥതയും സമാധാനവും ഒക്കെ കുടുംബത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകും. എങ്കിലും നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിലൊക്കെ വെറുതെ വഴക്കിട്ട് അത് പിന്നെ വലുതാക്കി കൊണ്ടുപോയി നിങ്ങൾ തമ്മിൽ അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 2025 അവസാന കാലത്ത് ചില അപ്രതീക്ഷിത പ്രതിസന്ധികളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരാനിടയുണ്ട്. പൊതുവേ മൃദു സ്വഭാവികളാണ് നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ ബുദ്ധിപൂർവ്വം തന്മയത്വത്തോടു കൂടി നിങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവുക. ഇത്രയുമൊക്കെയാണ് അനിഴം നക്ഷത്രക്കാരുടെ പൊതുവേ 2025 ഫലങ്ങൾ. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.